വൃത്തിക വരുമ്പോൾ ഡോക്ടറോടല്ലേ ചോദിക്കുന്നത്? അല്ല, നമ്മുടെ സഹോദരനോടല്ലേ ചോദിക്കും? ഭക്ഷണത്തിന് ഭാര്യയോടല്ലേ ചോദിക്കുന്നത്? അപ്പൊ അങ്ങനെ സഹായങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. എന്താണ് അവിടെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ലക്ഷ്യം? അത് ഈ ഡോക്ടറുടെ സ്വന്തം ചികിത്സയല്ല, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് ഡോക്ടറെ സഹായിക്കുകയാണ്, ചികിത്സിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? അതുപോലെ തന്നെ ഭാര്യയുടെ സ്വന്തം കഴിവല്ല, ഭാര്യ അള്ളാഹു നൽകുന്ന ആ കഴിവ് കൊണ്ട് സഹായിക്കുകയാണ്. എന്റെ സഹോദരൻ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം റസൂലുള്ളാഹിനെ വിളിക്കുമ്പോഴും വെച്ചുകൊടുത്ത പ്രശ്നം തീർന്നില്ലേ? റസൂലുള്ളാഹിനെ നമ്മൾ വിളിക്കുന്നു, അള്ളാഹു റസൂൽ കേൾക്കുമെന്നും സഹായിക്കുമെന്നും കരുതുന്നത് എങ്ങനെ? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, മുഅ്ജിസത്തിന്റെ കഴിവ് കൊണ്ട് സഹായിക്കും, കഴിയും. ഇതുകൊണ്ട് ഒരു തൗഹീദിന് വിരുദ്ധമാകുന്ന പ്രശ്നേ ഉദിക്കുന്നില്ല, തൗഹീദിൽ നിന്ന് പുറത്തു പോകുകയുമില്ല, ശിർക്കിന്റെ കണിക പോലും അവിടെയില്ല. ഇത് നിങ്ങൾ ആമുഖമായി ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊന്ന് കാര്യം, കൊടുങ്കാറ്റടിക്കണ നേരത്തല്ലേ പറഞ്ഞത്? കൊടുങ്കാറ്റടിക്കണ നേരത്ത് മുഹ്യിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ആ പ്രാർത്ഥന, പിന്നെയും പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അത് നമ്മൾ തെളിയിച്ച് പറയും. എന്തിനാ ആളുകളെ വട്ടം കറക്കണത്? ആ മുഹ്യിദ്ദീൻ ഷേഖിനോട് സഹായാർത്ഥന, സഹായം ചോദിക്കൽ, അങ്ങനെ പറയാം. ആളുകളെ വട്ടം കറക്കണം, നമുക്കുള്ളത് നേർക്കുനേരോട് പറയാം. മുഹ്യിദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് നമ്മൾ മുഹ്യിദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന ആ വിളി, ആ സഹായം ചോദിക്കൽ, അങ്ങനെ പറയാം. നിങ്ങളുടെ ചോദ്യത്തിലും തർക്കമുള്ളടത്തേക്ക് വരട്ടെ, തർക്കമില്ലാത്ത വിഷയത്തിൽ കടന്ന് കെട്ടി പറയണ്ടല്ലോ. ഈ പദം പറയാൻ പറ്റൂല എന്നിടത്തല്ലല്ലോ നമ്മുടെ തർക്കം. ഇത് ശിർക്കാകുന്നുണ്ടോ ഇല്ലേ? ഇതാണ് നമ്മുടെ മർമ്മം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, മുഹ്യിദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് നാം സഹായം ചോദിക്കുന്നത് ഒരിക്കലും ശിർക്കല്ല, അത് തൗഹീദിന് വിരുദ്ധമേ അല്ല. വിശ്വാസിയായ മനുഷ്യൻ മുഹ്യിദ്ദീൻ ഷേഖ് എന്ന് പറയുന്നത് ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ പുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെയാണ് മുഹ്യിദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത്, അല്ലേ? ഇത് വിളിക്കുന്ന ആളുകൾ സുന്നികളാണല്ലോ. ഞങ്ങൾക്കറിയാം മുഹ്യിദ്ദീൻ ഷേഖിനെ എങ്ങനെ വിളിക്കുന്നത്. യാ ഗൗസു യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോ മുഹ്യിദ്ദീൻ ഷേഖ് ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ പുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. പിന്നെയോ മുഹ്യിദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അത് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. കാരണം മഹാനവറുകൾ വലിയാണ്, ഔലിയാക്കൾക്ക് ഇതിന് കഴിയും, ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സുന്നികൾ വിശ്വസിക്കുന്നു, അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നു. അത് തൗഹീദിന് വിരുദ്ധാണോ? അല്ലേ എന്നാണ്. തൗഹീദിന് വിരുദ്ധമല്ല, അത് ശിർക്കല്ല, അത് ശുദ്ധ തൗഹീദാണ്. അത് ഖുർആനിന് വിരുദ്ധമാണെന്നോ, തൗഹീദിന് വിരുദ്ധമാണെന്നോ, ശിർക്കാണെന്നോ സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ടും കഴിയില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, അത് ഖുർആനിന് വിരുദ്ധമാണ്, അത് ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഖുർആനിൽ ഇന്ന ആയത്തുണ്ട് എന്ന് നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് പറയാം, സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാം. മറുപടി ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് അങ്ങനെ വരും. ഞാന് പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, പ്രാർത്ഥന പറഞ്ഞ് ഇത്ര വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി, പ്രാർത്ഥനയിൽ നിന്ന് ഉസ്താദ് ഒഴിവാകാൻ വേണ്ടിയാണ് സഹായം ചോദിക്കുക. മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് സഹായം ചോദിക്കലാണല്ലോ കൊടുങ്കാറ്റടിക്കും വിളിച്ച് പ്രാർത്ഥിക്കല്. അത് ശിർക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രാർത്ഥന ഞാനങ്ങോട്ട് കടക്കുന്നില്ല, വീണ്ടും ആ തെളിവൊക്കെ ഇവിടെ ഉണ്ട്. പ്രാർത്ഥന വിടുക, നമ്മൾ സഹായം ചോദിക്കൽ. ഉസ്താദ് പറഞ്ഞു ഡോക്ടറോട് മുജാഹിദീങ്ങൾ സഹായം ചോദിക്കുന്നില്ലേ? അതല്ലല്ലോ നമ്മളെ ചർച്ച, അല്ലല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദെ. ഡോക്ടറോട്, പോലീസിനോട്, നാട്ടുകാരോട്, പണിക്കാരോട്, ഇവരോട്, വക്കീലിനോടൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തെ പറ്റി അല്ലല്ലോ ചർച്ച. മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള മരിച്ചുപോയ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടല്ലോ. അവർക്ക് നമ്മളെ ചോദിക്കുന്ന ചോദ്യം കേൾക്കാൻ കഴിയില്ല. ഇൻ തദ്ഹൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ, നിങ്ങൾ അവർ കേൾക്കുമെന്ന് വിചാരിച്ചാൽ അല്ലേ? ഉസ്താദ്മാർക്ക് അറിയാലോ, അല്ലാഹുവല്ലാത്ത ലോകത്തുള്ള ഒരാളോടും ഈ ചോദിക്കുന്ന സഹായം, ഇത് ഈ ഡോക്ടറോട് ചോദിക്കുന്ന സഹായം അല്ല. ഇത് ഈ ജനങ്ങൾക്കറിയാം. വെറുതെ സമയം നഷ്ടപ്പെടുത്തല്ല. മുഹ്യിദ്ദീൻ ഷേഖിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അതുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ? ഇവിടെ നിന്നിട്ട് ചോദിക്കുന്ന മൻബത്ത് ബീവിയോട് ചോദിക്കുന്നു, അജ്മീറോരോട് ചോദിക്കുന്നു, ഉള്ളാളത്തോരോട് ചോദിക്കുന്നു, അവരോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അതവർ കേൾക്കില്ല.
കേൾക്കില്ല, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് ഖുർആന്റെ പ്രഖ്യാപന. അഥവാ അവർക്ക് ഉത്തരം ചെയ്താൽ ഖുർആൻ പൊളിഞ്ഞില്ല, പിന്നെ ഖുർആൻ അള്ളാഹു കേൾക്കില്ല, അവർ ഉത്തരം ചെയ്യില്ല എന്ന് പറയാ. കുറെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ വന്നിട്ട് ഖുർആൻ എതിരായിട്ട് അത് കേൾക്കും, ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞാല് അത് ജനങ്ങൾക്കൊന്ന് മനസ്സിലാവണ്ടേ. ഖുർആനില് ആണ് ഞങ്ങൾ ഖുർആന ശരിയാണ് ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്, വളരെ മർമ്മത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വരണം. ആവശ്യമില്ലാത്ത പ്രാർത്ഥനയൊക്കെ പറ്റി നമ്മൾ കൃത്യമായിട്ട് ഇപ്പോ സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കമുള്ള വിഷയത്തിലേക്ക് എത്തില്ല. അങ്ങനെ ചർച്ച കൊണ്ടുവരാൻ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങളോട് നിങ്ങൾ ചോദിക്കാൻ വന്നതിലും ചോദിച്ചതിലും അൽഹംദുലില്ലാ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സാറേ, നമ്മുടെ ചർച്ച ഡോക്ടറോട് സഹായം ചോദിക്കുക, ഭാര്യയോട് സഹായം ചോദിക്കുക പോലത്തതല്ലല്ലോ, മുഹയ്യദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കലാണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡോക്ടറോട് നമ്മൾ സഹായം ചോദിക്കുന്നു, ഭാര്യയോട് സഹായം ചോദിക്കുന്നു. 1000 ഉറുപ്പിക ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ നാം നമ്മുടെ സഹോദരനോട് സഹായം ചോദിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഏത് നിരക്കാണ്? ഈ സഹായം അള്ളാഹു നൽകുന്ന സഹായമാണ് എന്ന വിശ്വാസത്തോടെയല്ലേ ഡോക്ടറോട് ചോദിക്കുന്നത്, സഹോദരനോട് ചോദിക്കുന്നത്, ഭാര്യയോട് ചോദിക്കുന്നത്? അതേ വിശ്വാസം മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിക്കുമ്പോഴും വെച്ചു കൊടുത്താൽ മതി. അതിനാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിക്കുമ്പോൾ മാത്രം ഈ വിശ്വാസമില്ല, പിന്നെ മറ്റുള്ളിടത്തൊക്കെ അത് വേണമെന്ന് പറയുമ്പോൾ അത് തൗഹീദാണ്. മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിക്കുമ്പോ, റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോ, റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട്, മുഹയ്യദ്ദീൻ ശൈഖിന് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് അവനെ സഹായിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ അതെങ്ങനെ തൗഹീദിന് വിരുദ്ധമാകും? അതെങ്ങനെ ശിർക്കായി തീരും? അതാണ് ഞങ്ങൾക്ക് തിരിയേണ്ടത്. അതിനാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതിനാൽ അതൊരിക്കലും തൗഹീദിന് വിരുദ്ധമല്ല. ഇനി അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ഓതിയ ഒരായത്തുണ്ട്. എന്താ? മുജാഹിദുകൾ സാധാരണഗതിയിൽ അവരുടെ മാസ്റ്റർ പീസ് ആയത്തായി മുജാഹിദുകൾ ഉദ്ധരിക്കാറുള്ള സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ സൂക്തം. ആ സൂക്തം ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഓദിച്ചത്. എന്താണ്? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്താ അതിനർത്ഥം വെച്ചത്? ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ആ തേട്ടം വിളി അവർ കേൾക്കൂല. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, മുഹയ്യദ്ദീൻ ശൈഖിനെ നിങ്ങൾ വിളിച്ചാൽ അത് കേൾക്കൂല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. വലൗ സബീലൊന്ന് സങ്കല്പിച്ചാൽ തന്നെ കേൾക്കുമെന്ന്, സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ എന്നാണ്. ആയത്ത് ഖുർആൻ പറഞ്ഞതാണ്, അത് ശരിയാണ്. ആ അർത്ഥമുണ്ടല്ലോ, അത് നിങ്ങൾ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഈ വലിയൊരു സദസ്സിന് മുമ്പിൽ ഖുർആൻ ഓതി ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്തുകൊണ്ട്? രണ്ട് കാര്യം ഞാൻ പറയുന്നത്. ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ എന്നാണല്ലോ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറയും സാധാരണ മുജാഹിദുകൾ. എന്തർത്ഥം വെച്ചാൽ ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഇൻ തദഉഹും, അവരെ ഈ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് മക്കയിലേക്കാണല്ലോ. അപ്പൊ ഇൻ തദഉഹും, നിങ്ങൾ, ഈ നിങ്ങൾ ആരാണ് ഈ നിങ്ങൾ? ഒന്ന്. രണ്ടാമത്തത്, ഇൻ തദഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ, ഈ അവര് ഏതാണ്?